നമസ്കാരം, ഞാൻ ഡോക്ടർ അനിൽ. പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. കേരളത്തിലെ കേന്ദ്ര സർക്കാർ സ്ഥാനത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഇൻഫർമേഷൻ ആണ്. കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ഒരു മിനിരത്ന കമ്പനിയായ കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിലെ നിലവിലുള്ള ഒഴിവുകളിലേക്കുള്ള ഇൻഫർമേഷൻ ആണ് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നതിലേക്ക് താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കഴിയും. അതേപോലെ ഇതേക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, ഇതുപോലെ ഇൻഫർമേഷൻസ് ഇനി ലഭിക്കാനായിട്ട് ചാനൽ സപ്പോർട്ട് ചെയ്യണം. നമുക്ക് അതിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ 3 വർഷത്തെ ഫിക്സഡ് ആയിട്ടുള്ള കോൺട്രാക്ട് അടിസ്ഥാനത്തിലായിട്ടുള്ള നിയമനമാണ്. ഓൺലൈനായിട്ട് വേണം നിങ്ങൾ ഇതിലേക്ക് അപേക്ഷിക്കാൻ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് ആണ് ഈ വേക്കൻസികൾ നോട്ടിഫൈ ചെയ്തിരിക്കുന്നത്. പോസ്റ്റിന്റെ പേര് വേണമെങ്കിൽ ഒന്നാമത്തെ പോസ്റ്റ് സെറാങ് എന്നുള്ളതാണ്. കോൺട്രാക്ട് അടിസ്ഥാനമായിരിക്കും നിയമനം. 7ാം ക്ലാസ് പാസ്സായിരിക്കും. സെറാങ് അല്ലെങ്കിൽ ലാസ്കർ കം സെറാങ് സർട്ടിഫിക്കറ്റ് ഏതെങ്കിലും കോമ്പീറ്റന്റ് അതോറിറ്റിയിൽ നിന്ന് നേടിയവരായിരിക്കണം. ഒരു ബോട്ടിൽ സെറാങ് ആയിട്ട് പ്രവർത്തിച്ചുള്ള 1 വർഷത്തിൽ മിനിമം പരിചയം ഉണ്ടായിരിക്കണം. അത് എഞ്ചിൻ ഡ്രൈവറുടെ പോസ്റ്റാണ്. അതും കോൺട്രാക്ട് അടിസ്ഥാനത്തിലാണ്. 7ാം ക്ലാസ്സും അതിൽ എഞ്ചിൻ ഡ്രൈവർ സർട്ടിഫിക്കറ്റും ഏതെങ്കിലും കോമ്പീറ്റന്റ് അതോറിറ്റിയിൽ നിന്ന് ഉണ്ടായിരിക്കണം. മിനിമം 1 വർഷം ഒരു ബോട്ടിലെ മോട്ടോർ ബോട്ടിലെ എഞ്ചിൻ ഡ്രൈവറായിട്ട് പ്രവർത്തിച്ച് പരിചയം ഉണ്ടായിരിക്കണം. 3ാമത്തെ പോസ്റ്റ് ലാസ്കർ എന്നുള്ളതാണ്. അതും കോൺട്രാക്ട് അടിസ്ഥാനത്തിലാണ്. 7ാം ക്ലാസ്സും സർട്ടിഫിക്കറ്റ് ലാസ്കർ ആയിട്ടുള്ള കോമ്പറ്റൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. ഏതെങ്കിലും മോട്ടോർ ബോട്ടിൽ ലാസ്കർ ആയിട്ട് പ്രവർത്തിച്ചുള്ള 1 വർഷത്തെ പരിചയം ഉണ്ടായിരിക്കണം. പ്രധാനപ്പെട്ട തീയതികൾ പറയുകയാണെങ്കിൽ 2025 ജനുവരി 29 മുതൽ ഫെബ്രുവരി 13 വരെയാണ് നിങ്ങൾ ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക. അതായത് അവസാന തീയതി 2025 ഫെബ്രുവരി 13 ആണെന്ന കാര്യം മനസ്സിലാക്കുക. വേക്കൻസികളുടെ എണ്ണം പറയുകയാണെങ്കിൽ സെറാങ്മാരുടെ 9 ഒഴിവുകളുണ്ട്. 6 അൺഡിസൈഡ്, OBC 1, SC 2. എഞ്ചിൻ ഡ്രൈവർമാരുടെയും ലാസ്കറിന്റെ ഓരോ പോസ്റ്റുകളും 2 അൺഡിസൈഡ്. അങ്ങനെ ആകെ 11 പോസ്റ്റുകളുള്ളതിൽ 2 SC പോസ്റ്റുകൾ, 1 OBC, 8 അൺഡിസൈഡ് ആണ്. ആർക്കും ജനറൽ ആയിട്ടുള്ള ഏത് കാൻഡിഡേറ്റ്സിനും അപ്ലൈ ചെയ്യാം. വേക്കൻസികളുടെ എണ്ണം 11 പറഞ്ഞിട്ടുള്ളെങ്കിലും അത് കൂടാനും കുറയാനും സാധ്യത റിക്വയർമെന്റ് അനുസരിച്ച് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനിയും കോൺട്രാക്ട് അടിസ്ഥാനം പറയും മിനിമം 3 വർഷത്തേക്കുള്ള നിയമനമായിരിക്കും. അത് കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ കീഴിലോ കൊച്ചിയിലോ അല്ലെങ്കിൽ മറ്റ് സ്ഥാപനങ്ങളിലോ ആയിരിക്കും നിയമനം. ശമ്പളം പറയുകയാണെന്നുണ്ടെങ്കിൽ സെറാങ് അതുപോലെ എഞ്ചിൻ ഡ്രൈവർ ഈ 2 പോസ്റ്റിലേക്കും 1ാമത്തെ വർഷം 23,300 രൂപയും അതോടൊപ്പം 1ാമത്തെ വർഷം 23,300 ശമ്പളമായിട്ട് ലഭിക്കും. അതോടൊപ്പം എക്സ്ട്രാ അവേഴ്സ് വർക്ക് ചെയ്ത കോമ്പൻസേഷൻ 5,830 രൂപ ലഭിക്കും. 2ാമത്തെ വർഷം 24,000 രൂപയും അഡീഷണൽ ആയിട്ട് 6,000 രൂപയും എക്സ്ട്രാ അവേഴ്സിന് കോമ്പൻസേഷൻ ലഭിക്കും. 3ാമത്തെ വർഷം 24,800 രൂപ ആയിരിക്കും ശമ്പളമായിട്ട് ലഭിക്കുക. 6,200 രൂപ എക്സ്ട്രാ വർക്കിനുള്ള കോമ്പൻസേഷൻ ആയിട്ടും ലഭിക്കും. ലാസ്കർ വേക്കൻസികളിലേക്കുള്ള ശമ്പളം പറയുകയാണെങ്കിൽ 1ാമത്തെ വർഷം 22,100 രൂപ ശമ്പളം, 5,530 രൂപ എക്സ്ട്രാ വർക്ക് ഉണ്ടെങ്കിൽ കോൺട്രാക്ട് കോമ്പൻസേഷൻ ആയിട്ട് ലഭിക്കും. 2ാമത്തെ വർഷം 22,800 രൂപ എക്സ്ട്രാ വർക്ക് ഉണ്ടെങ്കിൽ 5,700 രൂപ എക്സ്ട്രാ അവേഴ്സിന് ലഭിക്കും. 3ാമത്തെ വർഷം 23,400 ശമ്പളമായിട്ട് ലഭിക്കും. എക്സ്ട്രാ വർക്ക് ഉണ്ടെങ്കിൽ കോമ്പൻസേഷൻ ആയിട്ട് 5,850 രൂപ ലഭിക്കും. ഇതിന്റെ പ്രായപരിധി പറയുകയാണെങ്കിൽ 30 വയസ്സാണ് ഉയർന്ന പ്രായപരിധി. കാൽക്കുലേറ്റ് ചെയ്യുന്നത് 2025 ഫെബ്രുവരി 13 അടിസ്ഥാനമാക്കിയായിരിക്കും എന്ന കാര്യം മനസ്സിലാക്കുക. എന്നാൽ OBC നോൺ ക്രിമിനൽ ആയിട്ടുള്ളവർക്ക് 3 വർഷവും, SC കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 5 വർഷവും ഉയർന്ന പ്രായപരിധിയിൽ ഇളവ് ലഭിക്കും എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. എന്ത് കാറ്റഗറി ആണെങ്കിലും മാക്സിമം 45 വയസ്സിൽ കൂടുതലുള്ളവർക്ക് എലിജിബിൾ അല്ല എന്ന മനസ്സിലാക്കുക. പ്രാക്ടിക്കൽ ടെസ്റ്റ് ഉണ്ടാകും സെലക്ഷൻ പ്രോസസ്സിനകത്ത്. അക്കാര്യം കൂടി ഓർത്തിരിക്കുക. ഏതെങ്കിലും അംഗീകൃത സ്ഥാപനത്തിനുള്ള സർട്ടിഫിക്കറ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. എക്സ്പീരിയൻസ് പറഞ്ഞിട്ടുള്ളതും 2025 ഫെബ്രുവരി 13 മുമ്പ് നേടിയിരിക്കാൻ അങ്ങനെയുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അപേക്ഷാ ഫീസ് ഉണ്ട്. 200 രൂപയാണ് അപേക്ഷാ ഫീസ്. അത് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കഴിയും. അത് നോൺ റീഫണ്ടബിൾ ആണ്, തിരികെ തരില്ല എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. എന്നാൽ SC ST കാരായിട്ടുള്ളവർക്ക് അപേക്ഷാ ഫീസ് അടയ്ക്കേണ്ടതില്ല എന്ന കാര്യം കൂടി പ്രത്യേകം ഓർത്തിരിക്കുക. ഇനി എങ്ങനെ അപേക്ഷിക്കാൻ പറ്റും നമുക്ക് നോക്കാം. കൊച്ചിൻ ഷിപ്പ്യാർഡ് വെബ്സൈറ്റ് ആയ www.cochinshipyard.in എന്ന സൈറ്റിൽ പോവുക. കരിയർ പേജ് എടുത്ത് CSL കൊച്ചിയുടെ കരിയർ പേജ് എടുത്തിട്ട് നമുക്ക് അതിനകത്ത് 1 ടൈം രജിസ്ട്രേഷനും അതുപോലെ ആപ്ലിക്കേഷൻ അത് ചെയ്യാനായിട്ട് പറ്റും എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. അപ്പോൾ ഈ ഓൺലൈനായിട്ട് ഈ സൈറ്റ് വഴി നിങ്ങൾക്ക് ജനുവരി 29 മുതൽ ഫെബ്രുവരി 13 വരെ അപേക്ഷിക്കാൻ കഴിയും. മറ്റു മോഡലുള്ള അപേക്ഷകളൊന്നും സ്വീകരിക്കില്ല എന്ന് പറഞ്ഞിട്ടുള്ള അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 2025 ഫെബ്രുവരി 13 ആണെന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുക. ഇത്രയും വീഡിയോ പൂർണ്ണമായും കണ്ട് തന്നെ രേഖപ്പെടുത്തുന്നതോടൊപ്പം ഇനി ഇതുപോലെ ഇൻഫർമേഷൻസ് ലഭിക്കാൻ നിങ്ങൾ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും നല്ല കരിയർ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്.